പി.ടി. തോമസ് ഇല്ലായിരുന്നുവെങ്കിൽ നടിയെ ആക്രമിച്ച സംഭവം വെളിച്ചം കാണുകയില്ലായിരുന്നു. അന്ന് നടി ആക്രമിക്കപ്പെട്ട ദിവസം രാത്രി അത് ആദ്യം പി.ടി. തോമസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ മാധ്യമപ്രവർത്തകൻ ഞാനാണ്. ആ സംഭവം ഓർമ്മിക്കുന്നുണ്ടല്ലോ. അന്ന് രാത്രി പി.ടി. അവിടെ പോകുന്നു. തിരിച്ചു വന്നപ്പോൾ എത്രത്തോളം സമ്മർദ്ദം അന്നുണ്ടായിരുന്നു? സത്യത്തിൽ പി.ടി. അന്ന് പോകണ സമയത്ത് എന്നോട് പറഞ്ഞിട്ടില്ല എവിടേക്കാണെന്ന്. വീട്ടിൽ വന്ന് കിടന്നതാണ്. അപ്പം ഞാൻ കുറച്ച് ജോലി ചെയ്യാണ്ട്, ഞാനന്ന് പ്രൈവറ്റ് ഫാമിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 11 മണി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഫോൺ വന്നപ്പോൾ പി.ടി. പെട്ടെന്ന് ചാടി എണീറ്റ് ഡ്രസ്സ് ഇടണ കണ്ടപ്പോൾ ഇതെന്താ വീണ്ടും പോവുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അത്യാവശ്യമുണ്ട്, പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ എവിടേക്കാണെന്ന് പറഞ്ഞില്ല. സാധാരണ എവിടേക്കാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് പോവാറ്. പക്ഷെ അന്ന് പറഞ്ഞില്ല. ഞാൻ പിന്നെയും ചോദിച്ചു എവിടേക്കാ, ദൂരെ എങ്ങാനും ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്തത്. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പി.ടി. കുറേ സമയം എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. അപ്പം ഞാനും ഉറങ്ങിയിട്ടില്ലായിരുന്നു. പി.ടി. അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് തിരിച്ചു വന്നിട്ട് പി.ടി. ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് മാത്രമല്ല വളരെ അസ്വസ്ഥനായിരുന്നു. ഇവിടെ വന്ന് പി.ടിയുടെ ഒരു ഈസി ചെയർ ഉണ്ട്, അതിൽ ഇങ്ങനെ 2 കാലും കയറ്റി വെച്ച് ഇരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും കാലേക്ക് താഴെ വയ്ക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അതുപോലെ അങ്ങനെ അസ്വസ്ഥനായി കണ്ടു കഴിഞ്ഞപ്പോഴാണ് വിവരമൊക്കെ ചോദിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞത്. എല്ലാം എന്നോട് ഷെയർ ചെയ്തോന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഷെയർ ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ സങ്കടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ പി.ടി. പറഞ്ഞു സത്യം എന്തായാലും പുറത്ത് കൊണ്ടുവരും. ആ കുട്ടിക്ക് എല്ലാ ധൈര്യവും കൊടുത്തിട്ടുണ്ട്. IG-യുടെ ഫോണിലേക്ക് എൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിച്ചു കൊടുത്തിട്ട് ധൈര്യം കൊടുത്തതും. ഇതിനി മറ്റൊരാൾക്ക് ഇതുപോലെ ഉണ്ടാവരുത്, അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് നിയമ വഴിയിൽ തന്നെ പോരാടണം എന്ന് നല്ല ധൈര്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അന്ന് പുലർച്ചെ 2 മണിയോടെയാണെന്ന് തോന്നുന്നു എന്നോട് സംസാരിക്കുന്നത്. ആ സമയം എനിക്ക് തോന്നുന്നു പി.ടി. അന്ന് പറഞ്ഞൊരു ഓർമ്മ നിൽക്കുന്നത് ഇത് ഭയങ്കരമായിട്ട് പി.ടി. സങ്കടപ്പെടുത്തിയിരുന്നു, വിഷമിപ്പിച്ചിരുന്നു. പിന്നീട് ഈ ഘട്ടത്തിലെല്ലാം ഒരുപാട് സമ്മർദ്ദമുണ്ടായ സമയമെല്ലാം ചേച്ചി കൂടെയുണ്ട്. ആ സമയത്തൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ മൊഴിമാറ്റാനുള്ള സമ്മർദ്ദമോ ഉറച്ച് ഈ കേസിൽ നിൽക്കാതിരിക്കാനുള്ള സമ്മർദ്ദമോ ഒക്കെ പല ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം. അതൊക്കെ എങ്ങനെയായിരുന്നു വീട്ടിൽ പ്രതിഫലിച്ചിരുന്നത്? സത്യം അങ്ങനെ പി.ടിയുടെ അടുത്ത്. പക്ഷേ പി.ടി. എന്തായാലും ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഇന്ന് വരെ എൻ്റെ മനസ്സിൽ പി.ടി. അതിൽ നിന്ന് മാറ്റം ഉണ്ടായ ആളല്ല. അതുകൊണ്ട് തന്നെ പി.ടി. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊരു തീരുമാനം തന്നെയാണ്. പി.ടി. എന്തായാലും ഏതറ്റം വരെയാണെങ്കിലും എന്ത് തന്നെ സംഭവിച്ചാലും ശരി ഞാൻ ആ കൂടെയാണ് എന്ന് പറയുകയുണ്ടായി. പി.ടി. അവരോട് സംസാരിച്ചവരോടൊക്കെ തന്നെ പറഞ്ഞത് ഞാൻ ഒട്ടും തന്നെ കൂട്ടി പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ ഒരു തുള്ളി പോലും കുറച്ച് പറയാൻ തയ്യാറുമല്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അന്ന് അവിടെ നിന്ന് ഈ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥനെ അറിയിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് പുറത്തേക്ക് വരില്ലായിരുന്നു എന്ന് ചേച്ചിയും കരുതുന്നുണ്ടോ? ഒരു പരിധിവരെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഇതുപോലുള്ള സമാനമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഹേമ കമ്മീഷൻ ഉണ്ടായപ്പോൾ അതിൽ പറഞ്ഞ പലരും പിന്നീട് അവർക്ക് ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വളരെ മിടുക്കരായിട്ടുള്ള കലാകാരികൾ ഈ ഫീൽഡ് അവർക്ക് ശോഭിക്കാനാവും എന്നുള്ള ഉറപ്പോടുകൂടി കടന്ന് ചെല്ലുന്നുണ്ടെങ്കിൽ അവരത് ഒന്നോ രണ്ടോ സിനിമകളിൽ അവസാനിപ്പിച്ച് പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷം നടി തന്നെ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ അടുത്ത് പി.ടി. ഇല്ലായിരുന്നുവെങ്കിൽ ഈ ധൈര്യം ഉണ്ടാകില്ലായിരുന്നു കേസുമായി മുന്നോട്ട് പോകാനെന്ന്. അത് പിന്നീടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ? എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, ഞാനത് പിൻ ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം ആ കുട്ടി പറഞ്ഞ ഒരച്ഛൻ്റെ വാത്സല്യത്തോടെ എന്നെ ചേർത്ത് പിടിച്ച ആളാണ്. എനിക്കൊരിക്കലും മറക്കാനാവില്ല എന്ന് ആ കുട്ടി പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ധൈര്യം കൊടുത്തതിൻ്റെയും ഇതിനെതിരെ പോരാടിയതിൻ്റെയും അതിലും ഞാൻ കുറച്ചുകൂടി വിശ്വസിക്കുന്ന ആ കുട്ടിയുടെ അന്ന് എൻഗേജ്മെൻറ്റേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല. സാധാരണ എല്ലാവരും ഒരുപോലെ ഒന്നും പ്രവർത്തിക്കണം എന്നില്ല. ഇങ്ങനെ ഒരു വിവാദത്തിൽ പെട്ട് കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ ആ കുട്ടിയെ വേണ്ടാന്ന് വയ്ക്കാനായിട്ട് വുഡ്ബിക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ ധൈര്യവും കൊടുത്ത ആ ചെറുപ്പക്കാരനെ ഞാൻ സത്യത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇതുപോലുള്ള ആളുകൾ എത്ര പേരുണ്ട് ഈ സമൂഹത്തിൽ എന്നുള്ളത്
സംശയം തന്നെ. ഈ വിധിയിൽ ഏതായാലും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടല്ലോ അല്ലേ? മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടുമോ, അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ കിട്ടുമോ എന്നുള്ളൊക്കെ ആ ഒരു ആശങ്ക ഇപ്പോഴും ഉണ്ടല്ലോ. ഉണ്ട്. ഇല്ല എന്ന് പറയത്തില്ല. ജുഡീഷ്യറിയെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പോലും ഏത് രീതിയിലായിരിക്കും ഈ മൊഴിമാറ്റമൊക്കെ നടന്ന ആ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും ഈ കേസ് കൊണ്ടുപോകുക എന്നുള്ളത് ഒരാശങ്കയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വിധി പ്രസ്താവം വരുമ്പോൾ അത് ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ആൾ PT തോമസ് ആയിരുന്നു. PT ഇന്ന് ഈ വിധി പ്രസ്താവം കാണാൻ ഉണ്ടായിരിക്കണമെന്ന് PTയെ സ്നേഹിക്കുന്നവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും PT തോമസ് ഉമ്മച്ചേച്ചിയിലൂടെ ഈ വിധി പ്രസ്താവം കേൾക്കട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.